പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. സ്വരമുയർത്തി പറയാം ഹല്ലേലൂയ. യേശു ഇന്നും ജീവിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഷാലോം ടി വിയിലൂടെയും ഇൻ്റർനെറ്റിലൂടെയൊക്കെ ലോകത്തിന് അനേക രാജ്യങ്ങളിൽ അനേക ദേശങ്ങളിലിരുന്ന് നൈറ്റ് വിജിൽ പങ്കെടുക്കുന്ന പതിനായിരങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ജാഗരണ പ്രാർത്ഥനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇത് കർത്താവ് നമ്മളെ കാത്തിരിക്കുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈശോ കാത്തിരിക്കുന്ന ഒരു രാത്രി, നിന്നെ മാറോട് ചേർക്കാൻ കർത്താവ് കാത്തിരിക്കുന്ന ഒരു രാത്രി, നിന്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുന്ന ഒരു രാത്രി, ദൈവസ്നേഹത്താൽ നിന്നെ നിറയ്ക്കുന്ന ഒരു രാത്രി, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി അവിടുന്ന് പ്രകടമാക്കുന്ന യേശുവിൻ്റെ അനുഗ്രഹത്തിൻ്റെ രാത്രി. ഹല്ലേലൂയ. ഒരുമിച്ച് പറയാം ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനം നമ്മളെ ഇപ്രകാരം ഓർപ്പിക്കുകയാണ്: ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, ശാന്തമായിരിക്കാം. ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക. അപ്പോൾ നിങ്ങളുടെ ചിന്തകളെയും ധാരണകളെയും ഒക്കെ അതിലംഘിക്കുന്ന ദൈവിക സമാധാനം കൊണ്ട് നിങ്ങളുടെ ഹൃദയം നിറയും. അതിനും പറയാം, ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട. പ്രാർത്ഥനയിലൂടെയും അപേക്ഷകളിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിന്റെ യാചനകൾ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുക. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ധാരണകളെയൊക്കെ അതിലംഘിക്കുന്ന ദൈവിക സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങൾ നിറയും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മളിന്ന് പ്രാർത്ഥനകളും യാചനകളെല്ലാം കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ, വലിയ സ്തുതികളോടെ, വലിയ ആരാധനകളോടെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തും. പറയാം, അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന രീതിയിലുള്ള ദൈവിക സമാധാനം കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളും നമ്മുടെ ജീവിതങ്ങളും നമ്മുടെ ഭവനങ്ങളും നമ്മുടെ കാര്യങ്ങളെല്ലാം നിറയും. ഹല്ലേലൂയ. ഒരുമിച്ച് പറഞ്ഞേ ഹല്ലേലൂയ. സന്തോഷത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതിനാൽ പ്രിയമുള്ളവരെ, ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. നിന്റെ വീട്ടിലിരിക്കുന്ന നിന്റെ കൂടെയുള്ള ജീവിത പങ്കാളിയോട്, മക്കളോട്, മാതാപിതാക്കളോട്, സഹോദരങ്ങളോട് ഒന്ന് പറഞ്ഞേ, പ്രിയപ്പെട്ടവരെ, ഇത് അനുഗ്രഹത്തിൻ്റെ രാത്രിയാണ്. നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളിലും ഇന്ന് ഈശോ ഇടപെടും. നമ്മുടെ ഭവനത്തെ ഈ രാത്രിയിൽ ഈശോ അനുഗ്രഹിക്കും. പറ, മക്കളോട് പറ, ജീവിത പങ്കാളിയോട് പറ, ഇത് നമ്മുടെ കണ്ണുനീരൊപ്പുന്ന രാത്രിയാണ്. നമ്മുടെ കുടുംബത്തിൽ ഇന്ന് ഈശോ മഹത്വപ്പെടും. കർത്താവ് യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി ഇന്ന് നമ്മുടെ ഭവനത്തിന് മേൽ പ്രകടമാകും. നമുക്ക് പരസ്പരം പറഞ്ഞ് ആശംസിക്കാം ദൈവാനുഗ്രഹം. കാരണം അത് സംഭവിച്ചിരിക്കും. ഹല്ലേലൂയ. അത് സംഭവിച്ചിരിക്കും. അതിന്റെ രാത്രിയാണ് രാത്രി, അത്ഭുതങ്ങളുടെ രാത്രി. പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വചനം ഇങ്ങനെ പറയുകയാണ്: ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമത്തിനും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാവരും മുട്ടുകൾ മടക്കുന്നതിനും യേശു കർത്താവാണെന്ന് ദൈവപിതാവിന്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ്. എന്താ കേട്ടത്? അതിനും പറയുകയാണ്, ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി. ആരെ ഉയർത്തി? യേശുവിനെ ഉയർത്തി. അവൻ എല്ലാ നാമത്തിനും ഉപരിയായ നാമം നൽകി. ഏത് നാമം? യേശു എന്ന നാമം. എല്ലാ നാമത്തിനും ഉപരിയായ നാമം യേശു എന്ന നാമം. ഇതിനു വേണ്ടിയാ. അത് യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവരും മുട്ടുമടക്കുന്നതിനാണ്. സ്വർഗത്തിലുള്ള എല്ലാവരും മുട്ടുമടക്കുന്ന നാമം യേശു എന്ന നാമം. യേശുവിന്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിൽ സർവരും മുട്ടുമടക്കും. മാലാഖമാര്, വിശുദ്ധന്മാര്, സ്വർഗവാസികൾ. അതിനും പറയുകയാണ്, ഭൂമിയിലും ഞാനും നിങ്ങളും സർവ്വരാജ്യങ്ങളും രാജ്യത്തിലെ ഭരണാധികാരികളും സർവ്വജനങ്ങളും യേശു നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കും.
പാതാളത്തിനുമുള്ള സർവരും അവിടുത്തെ നാമത്തിന് മുമ്പിൽ മുട്ടുമടക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിലൂടെ പിതാവായ ദൈവം യേശു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന് മഹത്വത്തിന് വേണ്ടി എല്ലാ നാവുകളും ഏറ്റുപറയും. നമ്മൾ ഏറ്റുപറയേണ്ട വാക്കെന്താണ്? യേശു ആരാണ്? യേശു ആരാണ്? യേശു കർത്താവാണ്. ലോകത്തിലുള്ള എല്ലാ നാവുകളും അത് ഏറ്റുപറയണം. യേശു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി സർവരും ഏറ്റുപറയണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ എല്ലാ മുട്ടും മടങ്ങുന്ന യേശുവിന്റെ നാമത്തിന് മുമ്പിൽ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ, ആ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, എല്ലാ മുട്ടുകളും ഈ രാത്രിയിൽ യേശു നാമത്തിന് മുമ്പിൽ മടങ്ങും. നമ്മളെ ഭരിക്കുന്ന, അസ്വസ്ഥപ്പെടുത്തുന്ന എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും യേശു നാമത്തിന് മുമ്പിൽ അഴിയും. അവന്റെ മുമ്പിൽ മടങ്ങാത്ത മുട്ടുകളില്ല. ആ നാമത്തിന് മുമ്പിൽ അഴിയാത്ത കെട്ടുകളില്ല. ആ നാമത്തിന് മുമ്പിൽ സൗഖ്യപ്പെടാത്ത രോഗങ്ങളില്ല. ആ നാമത്തിന് മുമ്പിൽ നിഷ്കാസനം ചെയ്യപ്പെടാത്ത തിന്മയുടെ ആധിപത്യങ്ങളില്ല. അതിനാൽ ഈ രാത്രിയിൽ പ്രിയമുള്ളവർ വിശ്വസിക്കണം, യേശു എന്ന സർവ്വ ആധിപത്യമുള്ള നാമത്തിന്റെ ശക്തി എൻ്റെ കുടുംബത്തിൽ പ്രകടമാകുമെന്ന് വിശ്വസിക്കണം. അടുത്തിരിക്കുന്ന ആളുടെ, ജീവിത പങ്കാളിയുടെ, മക്കളുടെ, മാതാപിതാക്കളുടെ മുഖത്ത് നോക്കി പറ, യേശു കർത്താവാണ്. പറയാം, യേശു കർത്താവാണ്. യേശു നിന്നെ സുഖപ്പെടുത്തും. യേശു നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി ഒരുങ്ങാം. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം കർത്താവിന് മുമ്പിൽ. എല്ലാവരും ചാടി എഴുന്നേൽക്കുക. ആ വീട്ടിലുള്ളവർ ചെയ്യേണ്ടത് ടിവിയുടെ ശബ്ദം എല്ലാവരും കൂട്ടിവെക്കുക. നമ്മുടെ വീട്ടിലുള്ള എല്ലാ മുറികളിലും ആ സ്വരം ഉയരണം. ഇവിടുന്ന് പ്രാർത്ഥിക്കുന്ന, സ്തുതിക്കുന്ന, ആരാധിക്കുന്ന സ്വരം നമ്മുടെ എല്ലാ മുറികളിലും ഉയരട്ടെ. തിന്മകൾ നിഷ്കാസനം ചെയ്യപ്പെടട്ടെ. യേശു നാമത്തിൽ നമ്മുടെ ഭവനങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ ദേശം അനുഗ്രഹിക്കപ്പെടട്ടെ. അതിന് പ്രിയമുള്ളവർ, നമുക്ക് എല്ലാം മറന്ന് ഒന്ന് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുകയാണ്. വാഴ്ത്തി വണങ്ങാൻ, നമസ്കരിക്കാൻ നമുക്കൊരു നാമമുണ്ട്. ഏത് നാമം അത്? വാഴ്ത്താൻ, വണങ്ങാൻ, നമസ്കരിക്കാൻ നമുക്കുള്ള നാമമാണ് യേശു എന്ന നാമം. എല്ലാ മുട്ടുകളും മടങ്ങുന്ന നാമം, എല്ലാ അതിരുകളും ഏറ്റുപാടുന്ന നാമം, സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള എല്ലാ അധികാരങ്ങളും കൈയാളുന്നവന്റെ നാമം യേശു. നമുക്ക് പാടാം. ഒന്ന് കരങ്ങളൊക്കെ അടിച്ച് പരസ്പരം ഒന്ന് നോക്കി അടുത്തിരിക്കുന്നവരെയൊക്കെ ഒന്ന് പ്രോത്സാഹിപ്പിച്ച് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടി തുടങ്ങുന്നു. ഒരു നാമമുണ്ട്. വാനവും ഭൂമിയും ഏവരും വണങ്ങും യേശുവിൻ നാമം. ഈശോ പറഞ്ഞു, കുഞ്ഞുങ്ങൾ ആർപ്പ് വിളിച്ചില്ലെങ്കിൽ ഈ കല്ലുകൾ ദൈവത്തെ ആർപ്പ് വിളിക്കും. കാരണം എല്ലാ മുഴങ്കാലും മടങ്ങുന്ന നാമമാണ് യേശു എന്ന നാമം.
ആ നാമത്തെ എല്ലാം മറന്ന് നമുക്ക് ഒന്ന് വാഴ്ത്താം, ഒന്ന് സ്തുതിക്കാം, ഒന്ന് നമസ്കരിക്കാം, വിളിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്ന അത്യുന്നത നാമം, എല്ലാ നാവും പുകഴ്ത്തിടുവാൻ യോഗ്യമേശുവിൻ നാമം. എല്ലാ മുഴങ്കാലും മടങ്ങിയിടുന്ന അത്യുന്നത നാമം, എല്ലാ നാവും പുകഴ്ത്തിടുവാൻ യോഗ്യമേശുവിൻ നാമം. നാം ആർത്തില്ലെങ്കിൽ ഈ കല്ലുകളാർക്കും രാജാതിരാജനു മഹത്വം. നാം മിണ്ടാതിരുന്നാൽ ഈ ഭൂതലം പാടും ദൈവാദിദേവനു മഹത്വം. യേശുവിൻ മധുരിമനാമം. ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര മഹാത്ഭുതനാമം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ മധുരിമനാമം. പാടി ആരാധിക്കാം ആ നാമത്തെ, അത്ഭുതത്തിന്റെ നാമത്തെ, അടയാളങ്ങളുടെ നാമത്തെ, സൗഖ്യത്തിന്റെ നാമത്തെ, എല്ലാം നൽകുന്ന സർവശക്തനായ യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തെ. പ്രിയമുള്ളവരെ, നമുക്ക് വാഴ്ത്താം, സ്തുതിക്കാം, പാടാം. സ്വർലോക മഹിമകൾ വെടിഞ്ഞവൻ, വേഷത്തിൽ മനുഷ്യനായി വന്നവൻ, ക്രൂശിൽ യാഗമായി തീർന്നവൻ, ദൈവ കുഞ്ഞാടായി തകർന്നവൻ, ഓ പാതാള കോട്ടകൾ തകർത്തവൻ, മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റവൻ, പിതാവിൻ വലഭാഗത്തിരുന്നവൻ, രാജാതിരാജനായി വരുന്നവൻ. ഇത് ജീവനുള്ള നാമം, യേശുവിന്റെ നാമം. ഇത് ജീവനുള്ള നാമം, യേശുവിന്റെ നാമം. ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര മഹാത്ഭുതനാമം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ മധുരിമനാമം. ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര മഹാത്ഭുതനാമം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ മധുരിമനാമം. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയും പാടാം. എന്റെ കർത്താവേ, എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവരെനിക്ക് ശ്രേഷ്ഠന്മാർ തന്നെ. കരങ്ങൾ ഉയർത്തി. ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര മഹാത്ഭുതനാമം. പാടാം. ഹല്ലേലൂയ 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 യേശുവിൻ മധുരിമനാമം. ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര മഹാത്ഭുതനാമം.
വീശി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ മധുരിമ നാമം. ആമേൻ. ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര മഹാത്ഭുത നാമം. ഹല്ലേലൂയ 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 യേശുവിൻ മധുരിമ നാമം. ഹല്ലേലൂയ 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 എത്ര മഹാത്ഭുത നാമം. യേശുവേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ മധുരിമ കർത്താവായ യേശുവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തെ ഞങ്ങൾ ആരാധിക്കുന്നു. അവിടുത്തെ പരിശുദ്ധ നാമത്തെ വിളിക്കുന്നു. സർവാധിപത്യമുള്ള യേശു ക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ ഈ ജാഗരണ പ്രാർത്ഥനയുടെ തുടക്ക നിമിഷങ്ങളിൽ ഞങ്ങളുടെ പേര് അവിടുത്തെ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ ശക്തി പ്രകടമാകട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ, എല്ലാ അതിരങ്ങളും വിളിക്കാം. യേശുവേ, ഒരുമിച്ച് വിളിക്കാം. യേശുവേ, ഒത്തുചേർന്ന് വിളിക്കാം. യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സൗഖ്യം നൽകുന്ന നാമം, വിടുതൽ നൽകുന്ന നാമം, തിന്മകൾ നിഷ്കാസനം ചെയ്യപ്പെടുന്ന നാമം, നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കുന്ന നാമം. യേശു യേശു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശു 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 യേശു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ യേശുവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ 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 യേശുവേ. ഹല്ലേലൂയാർക്കും രാജാധിരാജനു മഹത്വം. പാടാം. നാം മിണ്ടാതിരുന്നാലി ഭൂതലം പാടും ദേവാദി ദേവനു മഹത്വം. ആർത്തില്ലെങ്കിൽ ഈ കല്ലുകളാർക്കും രാജാധിരാജനു മഹത്വം. നാം മിണ്ടാതിരുന്നാലി ഭൂതലം പാടും ദേവാദി ദേവനു മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര മഹാത്ഭുത നാമം. കരങ്ങൾ വിരിച്ചു പിടിച്ച് ഹല്ലേലൂയ 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 യേശുവിൻ മധുരിമ നാമം. ഹല്ലേലൂയ 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 എത്ര മഹാത്ഭുത നാമം. ഒരുമിച്ച് ഹല്ലേലൂയ. യേശുവിൻ മധുരിമ നാമം. ഹല്ലേലൂയ 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 എത്ര മഹാത്ഭുത നാമം. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവിൻ മധുരിമ നാമം. ഹല്ലേലൂയ ഹല്ലേലൂയ എത്ര നാമം. പ്രിയപ്പെട്ടവരെ, കണ്ണുകൾ അടച്ച് നമ്മുടെ ഭവനത്തിൻ്റെ മേൽ യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി പ്രകടമാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു നാമത്തിൽ നമ്മുടെ എല്ലാ ഭവനങ്ങൾ ആശീർവദിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവിൻ്റെ നാമം നിന്റെ കുടുംബത്തിന് ഇപ്പോൾ രക്ഷയും സൗഖ്യമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ആ യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നാമത്തിൽ
രോഗപീഠകൾ വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യേശു നാമത്തിൽ നിന്റെ കുടുംബം ഒരു അനുഗ്രഹമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. വലുതേരം ഉയർത്തിപ്പിടിക്കാം നമുക്ക്. കർത്താവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ എൻ്റെ ഈ ഭവനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുത്തെ നാമത്തിൻ്റെ ശക്തി ഇപ്പോൾ അവിടുന്ന് പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ജാഗരണ പ്രാർത്ഥന രാത്രിയിൽ അവിടുത്തെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ആ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. എൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ, യേശു നാമത്തിൽ, യേശു നാമത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. യേശുവേ, യേശുവേ, യേശുവേ. കുടുംബം അനുഗ്രഹം നേടട്ടെ. യേശുവേ നിൻ നാമത്തിൽ എൻ കുടുംബം അനുഗ്രഹം നേടട്ടെ. യേശുവേ നിൻ നാമത്തിൽ ഞാൻ പൂർണ്ണമായി അനുഗ്രഹമായി മാറട്ടെ. യേശുവേ നിൻ നാമത്തിൽ ഞാൻ പൂർണ്ണമായി അനുഗ്രഹമായി മാറട്ടെ.